ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു സൈറ്റ് ഇഷ്യൂ ആണ്, അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ കാണുന്ന ഒരു പ്രോബ്ലമാണ്. എന്താണെന്ന് വെച്ചാൽ സീലിംഗ് ലീക്കേജ്. അപ്പം അത് എന്തുകൊണ്ടാണ് ഫോം ആവുന്നത്, നമുക്ക് എങ്ങനെ അതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും, അതാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇവിടെ ഫുള്ള് നിങ്ങളൊരു ബ്ലാക്ക് ലെയർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫുള്ളായിട്ടുള്ള ബ്ലാക്ക് ലെയർ നിങ്ങൾക്ക് സർഫസിൽ കാണാൻ പറ്റും. അത് എന്തുകൊണ്ടാണ് ഫോം ആവുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ, എന്താണ് മെയിൻ കോസ്, എന്താണ് ബിക്കോസ് ഓഫ് എന്താണ് ഈ ഇല കാരണമാണ്. ഓക്കെ, അപ്പം ഈ ഇല ഡിക്കമ്പോസ് ആയി നമുക്ക് കാണുന്ന ലെയറാണ് ഇത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇതൊരു ഓർഗാനിക് ലെയർ ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഓർഗാനിക് ലെയർ ആകുമ്പോൾ എന്താണ്, ഓർഗാനിക് മാറ്റർ ആണ്, അല്ലെങ്കിൽ ഓർഗാനിക് ലെയർ ആകുമ്പോൾ എന്താണ്, അതിൻ്റെ വോയിഡ്സ് കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ വോയിഡ്സ് കൂടുതലാകുമ്പോൾ എന്താണ്, അവിടെ വാട്ടർ കൂടുതൽ സ്റ്റോർ ആകും. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ പറയുന്നതാണ് പ്രോപ്പർട്ടിയാണ് പോറോസിറ്റി. ഓക്കെ, നമുക്ക് ഓൾറെഡി അറിയുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാൻ പറ്റും, ഇവിടെ നിങ്ങൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ കാണാൻ പറ്റും വാട്ടർ സ്റ്റോർ ആവുന്നു. വാട്ടർ ഇവിടെ സ്റ്റോറായി ഇങ്ങനെ നിൽക്കുകയാണ്. ഓക്കെ, ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് കാണാൻ പറ്റും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നല്ലോണം വാട്ടർ സ്റ്റോർ ആകുന്ന ഒരു എബിലിറ്റി ആണെന്ന് കാണാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നല്ലോണം കാണാൻ പറ്റും. ഓക്കെ, അപ്പം ഇതാണ് ആക്ച്വലി നമ്മുടെ ഒരു പോറസ് ലെയർ, അല്ലെങ്കിൽ പോറസ് മെംബ്രെയിൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ത്രൂ ഔട്ട് ദ സെക്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫുള്ളായിട്ട് ബ്ലാക്ക് ലെയറാണ് ഫോം ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് സീലിങ്ങിൻ്റെ ഇഷ്യൂ വളരെ കോമൺ ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പം എങ്ങനെ നമുക്കിതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും അത് നമുക്ക് ഇനിയുള്ള സെക്ഷനിൽ നോക്കാം. അതേപോലെ തന്നെ ഇനി ഇതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് എന്താണ്, നമുക്കിത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാതെ ഇരുന്നാൽ നമുക്ക് എന്താണ് പ്രോബ്ലം, അതാണ് നമുക്ക് ഇപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫുള്ളായിട്ടുള്ള വാളാണ് ഡിസ്റ്റർബ് ആയത്. ഓക്കെ, സീലിംഗ് എന്താ താഴെ വരെ ഉണ്ട്. ഓക്കെ, വൾഗറായിട്ടാണ് ഡിസ്റ്റർബൻസ് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, ഇവിടം വരെ ഉണ്ട്, കാണാൻ പറ്റും, താഴെ വരെ ഫുൾ താഴെ വരെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് മെയിൻലി ഡ്യൂ ടു നമ്മുടെ കോൺട്രാക്ടറിൻ്റെ നെഗ്ലിജൻസ് കാരണമാണ്. അവർ പ്രോപ്പറായിട്ട് റേഷ്യോ അഡാപ്റ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ മെട്രോളജി പ്രോപ്പറല്ല, ഡിലേ ആയിട്ട് വർക്ക് ചെയ്തു. അതിൻ്റെയൊക്കെ ഒരു ഔട്ട്കമാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു മെംബ്രെയിൻ ലെയർ അത് നമ്മൾ ക്ലീൻ ചെയ്തില്ലെങ്കിൽ ഡെഫിനറ്റായിട്ട് നമ്മുടെ ഇങ്ങനത്തെ പ്രോബ്ലം വരും. അപ്പോൾ ഫുള്ളായിട്ട് ഡാമേജ് ആയിരിക്കും നമുക്ക് കാണാൻ പറ്റാറ്. ഓക്കെ, ഫുള്ളായിട്ടുള്ള വാളായിരിക്കും നമുക്ക് ഡാമേജ് ആകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് ട്രീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് വരാതിരിക്കാൻ വേണ്ടി, ഇനി ഫർദറായിട്ട് വരാതിരിക്കാൻ വേണ്ടി എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും, അതാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, അപ്പം അത് നമുക്ക് ഇനിയുള്ള സെക്ഷനിൽ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് വീഡിയോസാണ് കണ്ടത്. ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ എന്താണ് കണ്ടത്, ഓർഗാനിക് മാറ്ററിൻ്റെ ലെയർ ആണ് കണ്ടത്, അല്ലെങ്കിൽ പോറസ് ഓർഗാനിക് മാറ്ററിൻ്റെ ലെയർ ആണ് കണ്ടത്. ഓക്കെ, അപ്പോൾ അതിലാണ് വാട്ടർ സ്റ്റോർ ആവുന്നത്. മഴ പെയ്യുമ്പോൾ വാട്ടർ അതിലാണ് സ്റ്റോർ ആവുന്നത്. വിത്ത് ഇൻക്രീസിങ് ടൈം വാട്ടർ താഴോട്ട് പെനിട്രേറ്റ് ആവും. താഴോട്ടെന്ന് പറയുമ്പോൾ എവിടെയാണ്, നമ്മുടെ സീലിംഗിനെ ഫുള്ളായിട്ട് ഡിസ്റ്റർബ് ചെയ്യും. ഓക്കെ, വിത്ത് ഇൻക്രീസിങ് ടൈം ഫുള്ളായിട്ട് സീലിംഗ് ഡിസ്റ്റർബ് ആയാൽ അത് എവിടെയാണ് നമ്മുടെ വാട്ടറിനെ ക്യാരി ചെയ്യുന്നത്, അത് താഴെയുള്ള വാൾസിനെ ഡിസ്റ്റർബ് ചെയ്യും. ഓക്കെ, അത് താഴെയുള്ള വാൾസിനെ ഡിസ്റ്റർബ് ചെയ്യും. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടു. എങ്ങനെയാണ് നമ്മുടെ വീഡിയോസ് അവൈലബിൾ ആയിട്ടുണ്ട്, അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടു. എങ്ങനെയാണ് അത് ഡിസ്റ്റർബ് ചെയ്യുന്നത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടു. ഇനി നമുക്ക് നോക്കാം എങ്ങനെ നമ്മൾ ഇങ്ങനത്തെ ഒരു പ്രോബ്ലത്തിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അല്ലെങ്കിൽ എങ്ങനെ നമ്മുടെ സീലിങ്ങിനെ വാട്ടർ പ്രൂഫായി മാറ്റാൻ പറ്റും എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ബ്ലേഡ്സ് അഡോപ്റ്റ് ചെയ്യണം. നിങ്ങൾ കണ്ടാണ് ഇങ്ങനത്തെ ഒരു ബ്ലേഡ്സ് നമുക്ക് റെഡിലി അവൈലബിൾ ആണ് മാർക്കറ്റിൽ. ഇത് നമ്മൾ എടുത്തിട്ട് ഫുള്ളായിട്ടുള്ള ഓർഗാനിക് മാറ്ററിനെ ഫുള്ളായിട്ട് നല്ലോണം ക്ലീൻ ചെയ്യണം. ഓക്കെ, നല്ലോണം റിമൂവ് ചെയ്യണം. ഓക്കെ, സെക്കൻഡ് എന്താണ്, കുറ്റിച്ചൂല് വെച്ച് ഫുള്ളായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യണം. തേർഡ് എന്താണ്, വെള്ളം വെച്ച് ഫുള്ളായിട്ട് വാഷ് ചെയ്യണം. ഓക്കെ, വെള്ളം വെച്ച് ഫുള്ളായിട്ട് വാഷ് ചെയ്യണം. ബ്ലേഡ് വെച്ച് റിമൂവ് ചെയ്യണം, നല്ലോണം റിമൂവ് ചെയ്യണം ഓർഗാനിക് മാറ്ററിനെ. പിന്നെ നമ്മൾ എന്താണ്, കുറ്റിച്ചൂല് വെച്ച് ഫുൾ ക്ലീൻ ചെയ്യണം. പിന്നെ വാട്ടർ വെച്ച് നല്ലോണം വാഷ് ചെയ്യണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ടത് എന്താണ്, പ്രിപ്പയറിങ് കോൺക്രീറ്റ്. നമ്മൾ കോൺക്രീറ്റ് ഉണ്ടാക്കണം. നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ ആവശ്യമുള്ളത്, സിമെന്റ്, അതേപോലെ സാൻഡ്, അതേപോലെ അഗ്രിഗേറ്റ് നമുക്ക് അഡോപ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ സിമെന്റ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, സിമെന്റ് വാട്ടർ പ്രൂഫ് സിമെന്റ് ആയിരിക്കണം. ഓക്കെ, സിമെന്റ് വാട്ടർ പ്രൂഫ് സിമെന്റ് ആയിരിക്കണം. അത് മാർക്കറ്റിൽ റെഡിലി അവൈലബിൾ ആണ്. കുറച്ച് കോസ്റ്റ്ലിയാണ്, നോർമൽ സിമെന്റിനെക്കാട്ടിൽ കുറച്ച് കോസ്റ്റ്ലിയാണ്, പക്ഷെ മാർക്കറ്റിൽ റെഡിലി അവൈലബിൾ ആണ്. ടെക്നിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ അത് ഹൈഡ്രോഫോബിക് സിമെന്റ് ആണ്. ഓക്കെ, ടെക്നിക്കലി പറയുകയാണെങ്കിൽ അത് ഹൈഡ്രോഫോബിക് സിമെന്റ് ആണ്. ഓക്കെ, സിമെന്റ്, അതേപോലെ സാൻഡ്, അതേപോലെ അഗ്രിഗേറ്റ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അഗ്രിഗേറ്റ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുമ്പോൾ 10 mm സൈസിനെക്കാട്ടിൽ കൂടാൻ പാടില്ല അഗ്രിഗേറ്റിന്റെ സൈസ്. 10 mm സൈസിനെക്കാട്ടിൽ കൂടാൻ പാടില്ല അഗ്രിഗേറ്റിന്റെ സൈസ്. അതേപോലെ റേഷ്യോ നമ്മൾ ശ്രദ്ധിക്കണം, 1:2:3 റേഷ്യോയിൽ വേണം എടുക്കാൻ. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു ബാഗ് സിമെന്റ് എടുക്കുകയാണെങ്കിൽ 2 ബാഗ് സാൻഡ് എടുക്കണം. അതേപോലെ 3 ബാഗ് നമ്മുടെ അഗ്രിഗേറ്റ് നമ്മൾ അഡോപ്റ്റ് ചെയ്യണം. ഈ ഒരു റേഷ്യോയിൽ വേണം നമ്മൾ പ്രൊപ്പോർഷൻ എടുക്കാൻ. ഓക്കെ,
അപ്പം ഇങ്ങനെയാണ് നമ്മൾ കോൺക്രീറ്റിനെ പ്രിപ്പയർ ചെയ്യേണ്ടത്. ക്ലിയർ ആണല്ലോ. പിന്നെ നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഹൈഡ്രോഫോബിക് സിമെന്റ് നമ്മൾ യൂസ് ചെയ്താൽ നമുക്ക് എന്താണ് പ്രോബ്ലം, നല്ലോണം നമ്മൾ മിക്സ് ചെയ്യണം. അപ്പോൾ ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റിനെക്കാട്ടിൽ നല്ലോണം നമ്മൾ മിക്സ് ചെയ്യണം. ഇൻ കേസ് നമ്മൾ നല്ലോണം മിക്സ് ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്താണ് പ്രശ്നം, നല്ലോണം മിക്സ് ചെയ്തില്ലെങ്കിൽ അഗെയിൻ സീലിംഗിനെ വൾഗറായിട്ട് അത് ഡിസ്റ്റർബ് ചെയ്യും. അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കണം, ഹൈഡ്രോഫോബിക് സിമെന്റ് ആണെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് മിക്സിംഗ് ചെയ്യണം. ക്ലിയർ ആണല്ലോ. ഓക്കെ. പിന്നെ റേഷ്യോസ് 1:2:3 നമ്മൾ അഡോപ്റ്റ് ചെയ്യണം. പിന്നെ അഗ്രിഗേറ്റിന്റെ സൈസ് 10 mm എന്താണ് കൂടാൻ പാടില്ല. ബിക്കോസ് എന്താണ്, നമ്മുടെ കോൺട്രാക്ടേഴ്സ് ഒക്കെ റെഡിലി അവൈലബിൾ ആയിട്ടുള്ള അഗ്രിഗേറ്റ് ആണ് എടുക്കുന്നത്. അപ്പോൾ നിയർ അബൌട്ട് 10 mm കൂടും. 110% എന്താണ് അതിന്റെ പ്രൊപ്പോർഷൻ 10 mm കൂടും. അതുകൊണ്ട് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താണ്, ഈ ഒരു പ്രൊപ്പോർഷൻ അവരോട് പറയുക, 10 mm കൂടാൻ പാടില്ലെന്ന് പറയുക. ഓക്കെ. അപ്പോൾ ഇതിന്റെ കൺസെപ്ച്വലി ഇപ്പം ഇത് നോർമലായിട്ട് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലാവും, കൺസെപ്ച്വൽ ആയിട്ടുള്ള അത്രയും ഒന്നുമില്ല. പക്ഷേ കൺസെപ്ച്വലി നമ്മൾ പറയുകയാണെങ്കിൽ എന്താണ്, ഫോർ എക്സാമ്പിൾ ഇത് നമ്മുടെ സിമെന്റ് ആണ്. ഓക്കെ, ഇത് നമ്മുടെ സാൻഡ് ആണ്, നമ്മുടെ സിമെന്റ് ആണ്, ഇത് നമ്മുടെ സാൻഡ് ആണ്, ഇത് നമ്മുടെ അഗ്രിഗേറ്റ് ആണ്. ഓക്കെ, നമ്മുടെ അഗ്രിഗേറ്റ് ആണ്. അപ്പോൾ എന്താണ് ആവുന്നത്, സിമെന്റ് എന്ന് പറയുന്നത് സാൻഡിന്റെ വോയിഡ്സിൽ പോകും. അതേപോലെ സിമെന്റ് ആൻഡ് സാൻഡിന് മിക്സ്ചർ എന്ന് പറയുന്നത് നമ്മുടെ അഗ്രിഗേറ്റിന്റെ വോയിഡ്സിനെയാണ് ഫിൽ ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 10 mm കൂടാൻ പാടില്ല. ഇൻ കേസ് ഇത് 10 mm കൂടുതലാണെങ്കിൽ എന്താണ്, പ്രോപ്പറായിട്ട് നമ്മുടെ അഗ്രിഗേറ്റിന്റെ വോയിഡ്സ് ഫിൽ ആവത്തില്ല. അതുകൊണ്ടാണ് നമുക്ക് സീലിംഗ് കാണുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് നമുക്ക് സീലിംഗ് ജനറലി അഡോപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് മെയിൻ കോസ്. അപ്പോൾ അവിടെയാണ് നമ്മുടെ കോൺട്രാക്ടർ എന്താണ് നല്ലോണം വർക്ക് ചെയ്യാത്തത്, അല്ലെങ്കിൽ മെത്തഡോളജി പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യാത്തത്, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് മിക്സിങ് ചെയ്യാത്തത്, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ലീക്കി സീലിങ്സ് നിങ്ങൾക്ക് ജനറലി ഒബ്സർവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് മഴയാകുമ്പോൾ നമുക്ക് ജനറലി നമുക്കറിയാം, നമ്മുടെ ഏരിയസിലൊക്കെ മഴ പെയ്യുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാ വീടുകളിലും ഈ ഒരു പ്രോബ്ലം കാണുന്നത്. ഓക്കെ, അപ്പം മെയിൻലി എന്തുകൊണ്ടാണ് ഈ ഒരു പ്രോബ്ലം വരുന്നത്, പ്രോപ്പറായിട്ട് കോൺട്രാക്ടർ വർക്ക് ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് റേഷ്യോസ് അഡോപ്റ്റ് ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള എന്താണ് അഗ്രിഗേറ്റ്, അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള സാൻഡ്, അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള സിമെന്റ് അഡോപ്റ്റ് ചെയ്തില്ലെങ്കിൽ ഈ ഒരു പ്രോബ്ലം നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കോൺക്രീറ്റ് പ്രിപ്പയർ ആയി കഴിഞ്ഞാൽ ഇനി നമ്മൾ എന്താണ്, സ്ലാബിനെ കാസ്റ്റ് ചെയ്യണം. ഓക്കെ, സ്ലാബ് നമ്മൾ കാസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, ഇതിന്റെ ഡയമെൻഷൻ അല്ലെങ്കിൽ തിക്നെസ് എന്ന് പറയുമ്പോൾ, ഇതിന്റെ തിക്നെസ് എന്ന് പറയുമ്പോൾ 4 സെന്റിമീറ്റർ തിക്ക് ആയിരിക്കണം. ഓക്കെ, ഇതിന്റെ തിക്നെസ് എന്ന് പറയുമ്പോൾ 4 സെന്റിമീറ്റർ തിക്സ് അല്ലെങ്കിൽ 1.5 ഇഞ്ച് തിക്ക്. ഓക്കെ, 1.5 ഇഞ്ച് തിക്ക് ആയിരിക്കണം അതിന്റെ തിക്നെസ്. ഓക്കെ, അതിന്റെ തിക്നെസ് എന്ന് പറയുന്നത് 1.5 ഇഞ്ച് തിക്ക് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ കോൺക്രീറ്റ് ഫുള്ളായിട്ട് സ്ലാബ് നമ്മൾ കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഇനി നമുക്ക് ഈ സ്ലാബിന്റെ മേളിൽ, ഇപ്പോൾ നമ്മുടെ സ്ലാബ് എന്താണ് ഇവിടെ ഇതിന്റെ മേളിൽ നമ്മളിങ്ങനെ റഫ് ഇറഗുലർ സർഫസ് നിങ്ങൾ കണ്ടു കാണും. നമ്മുടെ ടൈൽസ് ഒക്കെ ഒട്ടിക്കുമ്പോൾ നമ്മുടെ സർഫസിനെ ആദ്യം എന്താണ്, സർഫസ് നമ്മൾ ടൈൽസ് ഒട്ടിക്കുന്നതിന് മുന്നേ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ അതിനെ ഒരു ഇറഗുലർ സ്പേസ് കൊടുക്കാറുണ്ട്. അത് എന്തുകൊണ്ടാണ്, നല്ല ബോണ്ടിങ്ങിന് വേണ്ടി, നല്ല ഗ്രിപ്പിന് വേണ്ടിയാണ് നമ്മൾ ആ ഒരു ഫേസ് കൊടുക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഇങ്ങനത്തെ ഒരു ഇറഗുലർ ഫേസസ് നമ്മുടെ സ്ലാബിന്റെ മേളിൽ നമ്മളിങ്ങനെ ഒരു ഇംപ്രഷൻ ഉണ്ടാക്കണം. ഓക്കെ, ഇങ്ങനെ ഒരു ഇംപ്രഷൻ നമ്മൾ സ്ലാബിന്റെ മേളിൽ ഉണ്ടാക്കണം. എന്നിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നിയർ അബൌട്ട് 10 to 12 അല്ലെങ്കിൽ 8 to 12 hours നമ്മൾ എന്താണ് അതിനെ ഓൾറെഡി ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. പിന്നെ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇന്ന് ഉച്ചയ്ക്കാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നാളെ രാവിലെ ആകുമ്പോൾ, അല്ലെങ്കിൽ വൈകുന്നേരത്താണ് ചെയ്യുന്നതെങ്കിൽ നാളെ രാവിലെ ആകുമ്പോൾ നമ്മൾ എന്താണ് സിമെന്റിന്റെ പേസ്റ്റ് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, സിമെന്റ് പ്ലസ് വാട്ടറിന്റെ പേസ്റ്റ്, നിങ്ങൾ ജസ്റ്റ് കോൺട്രാക്ടറിനോട് പറഞ്ഞാൽ മതി, സിമെന്റ് ആൻഡ് വാട്ടറിന്റെ പേസ്റ്റ് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ കാണുമ്പോൾ ഇങ്ങനത്തെ ഒരു സർഫസ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ സിമെന്റിന്റെ പേസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് പ്രോപ്പറായിട്ട് ഫുള്ളായിട്ട് നമ്മുടെ മെത്തഡോളജി നമ്മൾ നല്ലോണം വർക്ക്ഔട്ട് ആകും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു പേസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് അതിനെ ക്യൂറിങ്ങിന് വിടുക. അത് ഫർദറായിട്ട് മെത്തഡോളജി നമ്മൾ ഡീറ്റെയിലായിട്ട് വേറെ ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ ജസ്റ്റ് ഇതായിരുന്നു നമ്മൾ വാട്ടർ പ്രൂഫിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, വാട്ടർ പ്രൂഫിംഗ് സിമെന്റ് നമുക്ക് നമ്മൾ പ്രോപ്പറായിട്ട് ഫിനിഷിങ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വാട്ടർ പ്രൂഫിംഗ് സീലിംഗ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്, ആദ്യം നമ്മൾ ബ്ലേഡ് വെച്ച് നമ്മൾ ക്ലീൻ ചെയ്യണം, പിന്നെ ബ്രൂം വെച്ച് നമുക്ക് എന്താണ് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യണം, പിന്നെ വാട്ടർ വെച്ച് നമ്മൾ വാഷ് ചെയ്യണം. പിന്നെ കോൺക്രീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഹൈഡ്രോഫോബിക് സിമെന്റ് ആയിരിക്കണം. അതേപോലെ നമ്മുടെ അഗ്രിഗേറ്റിന്റെ സൈസ് 10 mm കൂടാൻ പാടില്ല. അതേപോലെ നമ്മൾ പ്രോപ്പറായിട്ട് മിക്സിംഗ് നമ്മൾ ചെയ്യണം. നോർമൽ അല്ലെങ്കിൽ ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റ് അല്ലെങ്കിൽ നോർമലി അഡോപ്റ്റ് ചെയ്യുന്ന സിമെന്റിനെക്കാട്ടിൽ പ്രോപ്പറായിട്ട് നമ്മൾ മിക്സ് ചെയ്യണം. പിന്നെ നമ്മൾ എന്താണ് സ്ലാബ് കാസ്റ്റ് ചെയ്യുമ്പോൾ 4
സെന്റിമീറ്റർ തിക്ക് ആയിരിക്കണം സ്ലാബിന്റെ തിക്നെസ്. അതേപോലെ റേഷ്യോ ശ്രദ്ധിക്കേണ്ടത് എന്താണ് 1:2:3 റേഷ്യോ വേണം നമ്മൾ അഡോപ്റ്റ് ചെയ്യാൻ. ആ ഒരു റേഷ്യോയിലാണ് ഫുൾ ആയിട്ട് വോയിഡ്സ് നമ്മുടെ ഫിൽ ആവുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നമ്മുടെ സർഫസിനെ റഫ് ആക്കണം. പിന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, സിമെന്റ് പേസ്റ്റ് വെച്ച് ഫുൾ ആയിട്ട് നല്ലോണം ഫിനിഷിങ് ചെയ്യണം. ഇങ്ങനെ നമ്മൾ ചെയ്യുവാണെങ്കിൽ നമ്മുടെ സീലിംഗ് എന്ന് പറയുന്നത് നമ്മുടെ വാട്ടർ പ്രൂഫായി മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ അഡോപ്റ്റ് ചെയ്ത് നോക്കുക. അഡോപ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഈ ഒരു സെഷൻ. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതേപോലെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ തന്നെ സിവിൽ എഞ്ചിനീയേഴ്സിന് മാത്രമല്ല, ജനറലി എന്താണ് എല്ലാവർക്കും ഇത് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. ജനറലി എല്ലാവർക്കും എന്താണ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലമാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് ട്രൈ ചെയ്ത് എന്താണ് ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് പറയാൻ പറ്റും. സിമ്പിൾ ആയിട്ടുള്ള മെത്തഡോളജിയാണ്, ജനറലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതേപോലെ കോൺട്രാക്ടേഴ്സ് എന്താണ് നമ്മുടെ നെഗ്ലിജൻസ് കാണിക്കുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഓക്കെ, അപ്പോൾ അതൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണ്, അല്ലെങ്കിൽ അതൊക്കെ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സീലിംഗ് ഈസിലി നമുക്ക് എന്താണ് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ സെഷൻ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടിന്യൂ ചെയ്യാം. താങ്ക് യു.